ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി രജിത് നാരാത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആലയിൽ ബാലകൃഷ്ണൻ, KK സുരേഷ് കുമാർ, വിജേഷ് ഉമ്മറപ്പൊയിൽ, TP ചന്ദ്രൻ, മനോജ് വടക്കെ, രവി പൊന്നമ്പയിൽ, ജമീല കോളേർ, ഉഷാ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണകൂട ഭീകരത, BJP സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ 2 സഹോദരിമാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുമ്പോഴും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് ചരിത്രപരമായി നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതകളാണ്. എന്നാൽ BJP ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുമ്പോൾ മതപരിവർത്തനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് അവിടെയുള്ള പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ തുറങ്കിലടക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചത്. കോൺഗ്രസ് ഈ രാജ്യത്തിലെ ക്രൈസ്തവ സഭകളോടും ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികളോടും വളരെ ഉച്ചസ്ഥലമെന്ന് നരേന്ദ്രമോദി നടപ്പിലാക്കിയ ഈ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും ഈ രാജ്യത്ത് നടത്തി. മണിപ്പൂരിൽ നടന്ന ഹീനമായ നരഹത്യകൾ, മണിപ്പൂരിലെ സഹോദരിമാർ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും മോശമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും കാണാൻ മടിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സഹോദരിമാരെ റോഡിലൂടെ നഗ്നയായി നടത്തിച്ചത് മണിപ്പൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കറുത്ത ഏടായി നിലനിൽക്കുകയാണ്. ഒറീസയിലെ ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ, കർണാടകത്തിലെ മംഗലാപുരത്ത് ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ ബജ്രംഗ് ദളിന്റെയും RSSന്റെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ നടത്തിയ ഏറ്റവും ഹീനമായ പ്രവർത്തനം ഈ രാജ്യത്തിനകത്തുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, പഞ്ചസാരയിൽ പൊതിഞ്ഞ സൈനൈഡ് വിൽപ്പനക്കാരാണ് RSSും BJPയും ഈ രാജ്യത്തിനകത്ത് എന്നതിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ഈ രാജ്യത്തിലെ മത സാഹോദര്യമല്ല അവർ ഇഷ്ടപ്പെടുന്നത്, ഈ രാജ്യത്തെ മതങ്ങൾ തമ്മിലുള്ള ബഹുമാനമല്ല, ഈ രാജ്യത്തിലെ ഭരണഘടനയല്ല അവർ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റിയിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് BJPയും സംഘപരിവാർ ശക്തികളും മുന്നോട്ട് പോയി. പക്ഷേ ഈ രാജ്യത്തിന്റെ അസ്തിത്വം സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന മതപുരോഹിതന്മാരാകട്ടെ, സാമുദായിക നേതാക്കന്മാരാകട്ടെ, ഈ രാജ്യത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥന കൊണ്ടും അവരുടെ കഴിവുകൊണ്ടും ഈ രാജ്യത്ത് BJPയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി 3-2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ കൊണ്ടുവരുന്നതിനെ എതിർത്തത് കൊണ്ട് മാത്രമാണ് ആ ഭരണഘടനയെ തിരുത്തി എഴുതാൻ അവർക്ക് സാധിക്കാതെ പോയത്. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.